എന്നാലും ചന്ദ്രൻ എന്തിനായിരിക്കും നമ്മുടെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞത്? അവനെന്തെങ്കിലും കാരണം വേണോടെ, ആരെങ്കിലും കുറ്റം പറയാനായിരിക്കും. നാട്ടിൽ ലൈസൻസ് ഇല്ലെന്നല്ലേ ഉള്ളവൻ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ വന്നാലേ നാക്കെടുത്താ കള്ളത്തരേ പറയും. പിന്നെ പെണ്ണുങ്ങളെന്ന് കേട്ടാ തലയിൽ കിടന്ന് നക്കും. പിന്നെ ഭയങ്കര ഈഗോയും. എന്താണ് അത് ഇന്ദ്രനെ ഇപ്പൊ വിളിച്ചു വരുത്തിയെന്ന് ഒരു പിടിയുമില്ല. പോടെ നീ വെറുതെ പറയാവോ? അതോ അവൻ പറഞ്ഞു സീ ഫോർ യുവർ സെൽഫ്. ലേറ്റായില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞത് നമുക്ക് കുറച്ചങ്ങോട്ട് മാറിയിരിക്കും, അവിടെ ഭയങ്കര വെയിൽ. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ വരാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം. എന്താണാവോ? നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയ എനിക്ക് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം ഫാൻസ് പേജ് തുടങ്ങണം, സൂപ്പർ സ്റ്റാർ ചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ. പിന്നെ എനിക്ക് കല്യാണ പ്രായമായി. അത് നിങ്ങളുടെ ആ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എന്നെ ഒരു ഇൻ്റർവ്യൂ വെച്ച് നാട്ടുകാരെ അറിയിക്കണം. വെറുതെ വേണ്ട, 100 രൂപ ഞാൻ തരാം. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ അങ്ങ് തരാം. ഓക്കെ, നാളെ ചെയ്യാം. പറ്റൂല, ഇന്ന് തന്നെ വേണം, അത് ഈവനിങ്ങിനുള്ളിൽ. വയസ്സ് 27ആയി, ഇനിയും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. റോളിംഗ് ആക്ഷൻ. ഹലോ ഗായ്സ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ചന്ദ്രൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ചന്ദ്രൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം ഈ അവസരം വേറെ ആർക്കും കൊടുക്കാം, നമുക്ക് തന്നെ എടുത്ത്. അപ്പോൾ നമുക്ക് അയാളത്തിൻ്റെ ഇതാണ് നമ്മൾ സാറിൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുകയാണ്. വേറെ ആർക്കും കൊടുക്കാതെ ഈ ഒരു അവസരം നമുക്ക് തന്നതിന് സാറിനോട് നന്ദി കഴിഞ്ഞു. വെൽക്കം. സാറിൻ്റെ അംബിഷൻ എന്താണ്? My ambition was act as is heroes, bring money, salary increment, family protect with the increment salary. Ambition. It's my ambition. ഓ സാറിൻ്റെ ഇംഗ്ലീഷ്. സാർ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, സാർ മലയാളത്തിൽ പറഞ്ഞാൽ മതി. Next time. ഓക്കെ സാർ, സാറിൻ്റെ വിവാഹം എന്നാണ്? സാറിന് വിവാഹത്തിനോടുള്ള കോൺസെപ്റ്റ് എന്താണ്? ഇംഗ്ലീഷ് വേണ്ട. എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യം. എനിക്ക് കുട്ടിയെ നോക്കാനുള്ള കഴിവും സാമ്പത്തികം ഇപ്പോൾ ഉണ്ട്. എന്നുവെച്ചാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഡെയിലി 25,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ കൂട്ടി വയ്ക്കും മാസം ഒരു 10,000 ഉണ്ട്. അത് മതി എനിക്കും അവർക്ക് കൂടെ ജീവിക്കാനായിട്ട്. കുട്ടി വരുമ്പോൾ വേറെ എന്താ പറയുക, വേറെ ജോലിക്കൊന്നും പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഫുൾ ലിബറലൈസ്ഡ്, സോഷ്യലൈസ്ഡ്, മെൻ്റലൈസ്ഡ് ഉള്ള ആളാണ്. അപ്പോൾ കുട്ടി എന്ത് വേണോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ കുട്ടി കേൾക്കണം. പിന്നെ എന്താ പറയുക, ഷീ ഗോട്ട് ഫുൾ ഫ്രീഡം, യു നോ. സാറും നമ്മുടെ ആറാട്ടനായിട്ടൊരു ലിപ് സീൻ ഉണ്ടായിരുന്നല്ലോ, അത് എന്താണ്? അത് നോ ഫേക്ക് ആണത്. ഇത് ഫേക്ക് കമ്മിങ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒരുപാട് പേര് അത് വെച്ച് ആറാടുകയാണ്. ഇറ്റ്സ് നോട്ട്. പക്ഷെ ആറാട്ടന്റെ കേസാണ്. എനിക്ക് ഒരു ആഡ് ഷൂട്ട് ഉണ്ട്. ഐ ഹാവ് ടു ആഡ് ഷൂട്ട് ഗോ. ബൈ. അപ്പോൾ സൂപ്പർ സ്റ്റാർ ചന്ദ്രനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാ പെണ്ണുങ്ങളും സാറിനൊന്ന് അടിച്ചു കയറിക്കോളൂ. എടാ ഇവ എന്തോ വധവാടാ, അതിനെ കൂട്ടിക്കാൻ നീയും. നീ അത് വിട്, നമുക്ക് മറ്റേ ടൂറിൻ്റെ കാര്യം സംസാരിക്കാം. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ഊട്ടി ട്രിപ്പ് 15-ാം തീയതിയാണ്, മറക്കല്ലേ? ഇല്ലടാ, ഞാനില്ല. നീ കൂടെ ഓക്കെ പറഞ്ഞിട്ടല്ലേ നമ്മളിത് പ്ലാൻ ചെയ്തേ? ഇപ്പൊ 15-ന് ഒരു അത്യാവശ്യ പണി വന്നു. പിന്നെ എന്റെ ഡാഡിയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് വരാനൊന്നും പറ്റില്ല. നീ ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? പിന്നെ എനിക്ക് എന്റെ കുടുംബത്തിന് നോക്കണ്ടേ? നിങ്ങൾ എന്തിനു പറയണേ? ചിഞ്ചു 16-ന് ഞാൻ ഫ്രീ ആണ്. എനിക്ക് എന്തൊരു പരിപാടി? 7 ദിവസമോ? കുഴപ്പമില്ല, സെറ്റ്. വേറെ ആരൊക്കെ ഉണ്ട്? ഫ്രണ്ട്സ് മൊത്തമുണ്ട്. അപ്പം സെറ്റ്. അപ്പം 16-ാം തീയതി രാവിലെ 3 സെറ്റ്. ഓക്കെ, ബൈ. എനിക്കിപ്പോൾ അവനെ കുറിച്ച് മനസ്സിലായല്ല. എന്നാലും അവൻ എന്നേനൊക്കെ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ നാളെ വല്ല നൈറ്റ് ആ ചുരിദാറായിട്ടുണ്ടോ, പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിൽക്കും. ചോറട്ടി കിടക്കണം.